ചരിത്രപ്രസിദ്ധമായ പാലാ ടൗൺ കുരിശുപള്ളിയിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ജൂബിലി തിരുനാളിനോടനുബന്ധിച്ച് രാവിലെ 8 മണിക്ക് സെന്റ് മേരീസ് HSSലെ വിദ്യാർത്ഥിനികളുടെ മരിയൻ റാലി ഈ വർഷവും വലിയ ജനശ്രദ്ധയാകർഷിച്ചു. ആയിരക്കണക്കിന് കുട്ടികൾ വ്യത്യസ്ത നിറങ്ങളിലുള്ള കടലാസ് പൂക്കളും മറുകൈയിൽ ജപമാലയും മുറുകെ പിടിച്ച് പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ട് പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുസ്വരൂപം കുട്ടികൾ തന്നെ വഹിച്ചുകൊണ്ട് പാലാ ടൗൺ ചുറ്റി കുരിശുപള്ളിയിലേക്ക് വന്നപ്പോൾ ജപമാല പ്രാർത്ഥനയാൽ മുഖരിതമായ കുരിശുപള്ളിയിലേക്ക് പാലായിലെ കത്തീഡ്രൽ വികാരിയും ലാലം പഴയ പള്ളിയിലെയും പുതിയ പള്ളിയിലെയും വികാരിമാരും അസിസ്റ്റന്റ് വികാരിമാർ, കമ്മിറ്റിക്കാർ എന്നിവർ ചേർന്ന് കുരുന്നുകളെ സ്വീകരിച്ചു. തുടർന്ന് കുട്ടികൾ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ സമർപ്പിച്ച മധ്യസ്ഥ പ്രാർത്ഥന പാലാ ടൗണിൽ മുഴങ്ങിയപ്പോൾ ഏവരുടെയും ഹൃദയം കവർന്നു. പാലായിൽ വസിക്കുന്ന കുടുംബങ്ങൾ, ടൗണിലെ കച്ചവടക്കാർ, ടാക്സി തൊഴിലാളികൾ, അങ്ങനെ ജീവിതം പച്ചപിടിപ്പിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാവരെയും കുട്ടികളുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നതിനോടൊപ്പം രാത്രിയുടെ യാമങ്ങളിൽ കടത്തിണ്ണകളിൽ അന്തിയുറങ്ങുന്നവർക്ക് കൂടി വേണ്ടി അവർ പ്രാർത്ഥിച്ചപ്പോൾ ടൗണിൽ പ്രാർത്ഥന ശ്രവിച്ചവരുടെ ഹൃദയങ്ങൾ കുരിശുപള്ളിയിലേക്ക് സഞ്ചരിച്ചു. തുടർന്ന് കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ ജോസ് കാക്കലിൽ കുട്ടികൾക്ക് ആശീർവാദം നൽകിയപ്പോൾ കൈകളിൽ വഹിച്ച കടലാസ് പൂക്കൾ വീശി പരിശുദ്ധമ്മയ്ക്ക് കുട്ടികൾ നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് പരിശുദ്ധ ദേവമാതാവിന്റെ തിരുസ്വരൂപം അധ്യാപകർ വഹിച്ചുകൊണ്ട് മരിയൻ റാലി സ്കൂളിലേക്ക് തിരിച്ചു. എൻ്റെ പേര് ആന തോമസ്. ഞാൻ സെന്റ് മേരീസ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പരിശുദ്ധ അമ്മയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള വിദ്യാലയമാണ് ഞങ്ങളുടെ സെന്റ് മേരീസ്. പരിശുദ്ധ അമ്മയുടെ തിരുക്കാപ്പകളിൽ ഞങ്ങളെ എന്നും പൊതിഞ്ഞ് പരിശുദ്ധ അമ്മ സംരക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ നേട്ടങ്ങളുടെയും വിജയത്തിന്റെ മുന്നിൽ പരിശുദ്ധ അമ്മയാണെന്ന് ഞങ്ങൾ എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. വർഷങ്ങളായി ഞങ്ങൾ സെന്റ് മേരീസ് കുടുംബം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസ റാലിയാണ് ഈ മരിയൻ റാലി. ഈ മരിയൻ റാലിയിലൂടെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹവും കൃപയും ഞങ്ങൾ ചോദിച്ചു വാങ്ങുക തന്നെയാണ് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മ ഞങ്ങൾ ഇത്രയും വിദ്യാർത്ഥികളെ കുരുക്കിലാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നത്തെ സമൂഹം കടന്നു പോകുന്നത്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പോലും പരിശുദ്ധ അമ്മ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നുണ്ട്. അതെല്ലാം ഞങ്ങളുടെ ഈ മരിയ ഭക്തിയാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു പൈതൃകമായ ഒരു റാലി തന്നെയാണ് മരിയൻ റാലി. നിങ്ങൾ ഇവിടെ ഇന്നത്തെ മരിയൻ റാലിയിൽ ഏറ്റവും ഭക്തിപൂർവ്വം പ്രാർത്ഥനയൊക്കെ ചൊല്ലിപ്പോയി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ശരിയാണോ? യുപിയിൽ ഫസ്റ്റ് അലമ്പായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇത്തവണ ടീച്ചറൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചറൊക്കെ പ്രത്യേകം നിങ്ങളോട് പറഞ്ഞ സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ വർഷം ടീച്ചറിന്റെ ക്ലാസ്സിന് മാതാവിന്റെ പാട്സ് ഒക്കെ കൊടുത്തു. പക്ഷെ ടീച്ചർ പറഞ്ഞു ഞങ്ങൾ ഇപ്രാവശ്യം വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾ ശരിക്കും ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ ഈ ഓരോ പ്രാവശ്യം ഇങ്ങനെ നടക്കുന്ന ഈ മരിയൻ റാലിയിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങളെ അതുപോലെ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളൊക്കെ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടൊരു നിയോഗം പോലെയാണോ ഈ പ്രവേശനം പങ്കെടുക്കുന്നത്? നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ എങ്ങനെ പറയുന്നു? പൊക്കോ നിങ്ങൾ പ്രാർത്ഥിച്ചോണോ? നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ട്? അപ്പൊ ഈ ക്ലാസ്സിൽ എല്ലാ മാസവും ഇവിടെ കുർബാനയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ റാലിയൊക്കെ നടത്താനായിട്ട് നിങ്ങളോടൊക്കെ ഒരു പ്രത്യേകമായ ഒരു പരിചരണം, നിങ്ങൾ ഈ പൂവൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയല്ലോ, അതൊക്കെ നിങ്ങളെ ഓരോ പിള്ളേർ തന്നെയാണോ ഉണ്ടാക്കിയത്? അപ്പൊ ഇങ്ങനെ ഈ മറ്റുള്ള സ്കൂളിനേക്കാളും വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ രൂപം വഹിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ റാലിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്തോഷവും ഒരു അഭിമാനവും ഒക്കെ എന്തുമാത്രം വലുതാണ്? നമുക്കൊന്ന് ഒരു ഉറക്കെ നമുക്ക് ആവേ മരി ആവേ മരി ആവേ മരി 3 പ്രാവശ്യം പറഞ്ഞാലോ? പറഞ്ഞേ. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഈ വർഷവും കുഞ്ഞുങ്ങൾ തെറ്റിച്ചില്ല. പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പാലാ ടൗണിലൂടെ അവരുടെ ഒരു വിശ്വാസ പ്രഘോഷണ യാത്രയായിരുന്നു ഇന്ന് നടന്നത്. ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ, വിവേകത്തോടും നിഷ്കളങ്കതയോടും കൂടി എങ്ങനെ ജീവിക്കണമെന്ന് പരിശുദ്ധ അമ്മയുടെ സഹായം അനുഭവിച്ചറിയുന്ന ഒരു സ്കൂളിലെ മക്കൾ.
പാലായിക്ക് മുഴുവനും അഭിമാനമായി ആത്മാവിന്റെ ഒരു ഉണർവായി മാറുവാൻ ഈ കുഞ്ഞുങ്ങളുടെ പ്രദർശനം ഈ പ്രഭാതത്തിൽ നടന്ന അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ദിവസം തന്നെ നടന്ന ഈ വലിയൊരു പ്രദർശനം കാരണമായി മാറി. ക്യാമറാമാൻ ആന്റണി ജോസഫിനൊപ്പം സജി ആന്റണി, ഷക്കീന ന്യൂസ്.